അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു ബ്രെഡ് എട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ്. മധുരം ഇഷ്ടമുള്ളവരൊക്കെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കൽ നോക്കാം. ഞാനിവിടെ 1.5 കിലോ പഴമാണ് എടുത്തിട്ടുള്ളത്. ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി ഒരു പാത്രം ചൂടാക്കി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായ നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ച പഴം ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി വഴറ്റിയെടുക്കണം. നല്ലപോലെ വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ആഡ് ചെയ്യാം. ശേഷം വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഈ കാണുന്ന പരുവത്തിലാവുന്നത് വരെ വഴറ്റിയെടുക്കണം. ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കാം. ഇനി ഒരു ബ്രെഡ് സ്ലൈസ് എടുത്ത് ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാം. ശേഷം വേറൊരു ബ്രെഡ് എടുത്ത് ഇതിൻ്റെ മുകളിലായിട്ട് വെക്കുക. ആദ്യം ചെയ്തതുപോലെ തന്നെ വീണ്ടും ഫില്ലിങ് സ്പ്രെഡ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് 3-4 ലെയേഴ്സായി ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ലെയറാക്കി എടുത്തതിന് ശേഷം ഇതിൻ്റെ പുറത്തേക്ക് വന്നിട്ടുള്ള ഫില്ലിങ്സൊക്കെ ഒന്ന് അകത്തേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് കൈകൊണ്ട് തന്നെ ഇതിൻ്റെ മുകൾ ഭാഗവും അടിഭാഗമൊക്കെ ആയിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തെടുക്കുക. രണ്ട് മുട്ട പൊട്ടിച്ച് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് ഫോർക്കോ വിസ്കോ യൂസ് ചെയ്ത് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ഇനി ഒരു ഫ്രൈ പാനോ തവയോ എടുത്ത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗീ ആഡ് ചെയ്യുക. ഗീ ചൂടായി വരുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച ബ്രെഡ് എട്ടി എടുത്ത് മുട്ടയിലേക്ക് മുക്കിയതിന് ശേഷം ഇതിലേക്ക് വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ എല്ലാ ഭാഗവും ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ തിരിച്ചിടുമ്പോൾ ബ്രെഡ് സെപ്പറേറ്റ് ആയി പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്യാം. ഞാനിവിടെ 1.5 കിലോ പഴത്തിന് 16 ബ്രെഡ് സ്ലൈസസ് ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് 2 പഴമൊക്കെ വെച്ച് ചെറിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. സോ നിങ്ങൾക്കെല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.